ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നൊരു സൺഡേ മിനി വ്ളോഗാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ അല്ലേ എണീക്കുക. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് അധികം ലേറ്റായി പോയിട്ടാ. 11 മണി ശേഷം പോയിനി. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കിട്ടിയ ചാൻസ് അല്ലേന്ന് വെച്ചാൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ തന്നെ പഴംപൊരിയിലാട്ടാ. കാരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിന് എനിക്ക് രാവിലെ പഴംപൊരി വേണമെന്ന്. അപ്പോൾ പിന്നെ പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഴംപൊരിയും കഴിച്ച് ചായയും കുടിച്ചതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പുറത്തു പോയിട്ടാണ്. നോർമലി സൺഡേയിൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. പക്ഷേ ഇന്ന് കുറച്ച് റമദാനിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ് എന്നാൽ പിന്നെ ലഞ്ച് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, പിന്നെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ലഞ്ച് കഴിക്കാൻ വന്നത് നമ്മളെ റഹ്മത്ത് ഹോട്ടലിലാട്ടോ. ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓർഡർ ചെയ്തത് നല്ല ബീഫ് ബിരിയാണി ആട്ടോ. ബിരിയാണീൻ്റെ കൂട്ടത്തിൽ എനിക്ക് ബീഫ് ബിരിയാണിയോടാട്ടാ കൂടുതലിഷ്ടം. അങ്ങനെ ബിരിയാണിയും കഴിച്ച് പിന്നെ അതിൻ്റെ കൂടെ പായസം കിട്ടിയിട്ടുണ്ടായിട്ടാ. അതും കഴിക്കുമ്പോൾ തന്നെ ഏകദേശം ദമ്മായിന്. പിന്നെ മോന് ഫുള്ള് ഒച്ചപ്പാടായിട്ടാ. അതുകൊണ്ട് നമ്മളെന്താക്കി, സാധനം വാങ്ങണ രാത്രിത്തേക്കാക്കി. പിന്നെ നമ്മൾ റൂമിൽ വന്നതിന് ശേഷം ഒന്ന് ഓനിക്കുള്ള ഫുഡെല്ലാം കൊടുത്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളൊന്ന് വൈകുന്നേരം ഒന്ന് ലേക്ക് പോകാമെന്ന് വിചാരിച്ച്. സൺഡേ ആയിക്കഴിഞ്ഞ മോനെയും കൊണ്ട് ഏതെങ്കിലും ഒരു പ്ലേസിൽ പോവും. ഇന്ന് പോകുന്നത് ലേക്കിലാട്ടാ, നമ്മുടെ അൽവത്ബ ലേക്ക്. ഇവിടെ നോർമലി സ്റ്റേ ചെയ്യാനല്ലാന്ന് ആൾക്കാർ കൂടുതൽ വരാം. പക്ഷേ നമ്മളൊരു ഈവനിങ് വൈബിന് വേണ്ടിയിട്ടാട്ടാ ഇവിടെ വന്നത്. ഭാഗ്യത്തിന് സൺസെറ്റിൻ്റെ മുന്നേ എത്താൻ പറ്റി. അതുകൊണ്ട് നല്ല സൺസെറ്റിൻ്റെ വ്യൂ കാണാൻ പറ്റിയിട്ടാ. പിന്നെ അടിപൊളി പ്ലേസ് തന്നെ ഏട്ടാ. ഞാൻ ആദ്യമായിട്ടാട്ടാ ഇവിടെ വരുന്നത്. ഞാൻ കുറേയായി ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ടെൻറ്റും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് വരാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് ഏരിയ ഒന്ന് പരിചയപ്പെടേണ്ടതെന്ന് വെച്ചിട്ട് അതിൻ്റെ മുന്നേ വന്നതാട്ടാ. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലോണം ഇഷ്ടമായി. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഫുഡൊക്കെ ആക്കിയിട്ട് തിന്നുന്നുണ്ടായിന്. അപ്പോൾ പിന്നെ നമ്മൾ ഫിക്സാക്കി ഇൻഷാ അല്ലാഹ് ഒരിക്കൽ എന്തായിട്ടും ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന്. ഈ ഒരു ഭാഗം ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഒന്ന് കയറി നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂവും കൂടിയിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. പക്ഷേ നല്ല അടിപൊളി വ്യൂ തന്നെ കേട്ടോ. ലേക്ക് മൊത്തമായിട്ട് ഒന്ന് കാണുന്നൊരു ഏരിയ തന്നെ കേട്ടോ ഇത്. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ലേക്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കൂടുതൽ ലേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പ്ലാനിങ് ഒന്നും നടക്കില്ല. ലേക്കിലേക്ക് പോകുന്ന വഴി തന്നെ കേട്ടോ അൽവത്ബ പാലസിലെ ഫെസ്റ്റിവലും ആ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോയത് സാധനങ്ങൾ വാങ്ങാനാട്ടോ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ലേറ്റായി. ഇനി പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് റൂമിലേക്ക് പോകണം. കാരണം നാളെ തിങ്കളാഴ്ചയല്ലേ, ഇക്കാക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അങ്ങനെ നമ്മളൊരു 10 മണി ആകുമ്പം തന്നെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടാ. പിന്നെ നമ്മൾ നേരെ ഫുഡ് വാങ്ങാൻ പോയി. ഫുഡ് നമ്മൾ പാഴ്സലാട്ടോ വാങ്ങിയത്. കാരണം റൂമിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ കിടക്കേണ്ട സെറ്റപ്പാക്കിട്ടോ. കാരണം ഇപ്പം തന്നെ 11 മണി വൈകുന്നേരം ആയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.